ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടാലന്റ് അക്കാഡമീസ് ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്യാപ്സ്യൂൾ വീഡിയോ. എൻ്റെ പേര് കിരൺ. നമുക്ക് ഇന്നത്തെ ഡിസ്കഷൻ ആരംഭിക്കാം. ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഒരു സാറ്റലൈറ്റ് ആണ്, ഒരു ഉപഗ്രഹം. റീസെൻ്റ് ആയിട്ട് ദക്ഷിണ കൊറിയ, സൗത്ത് കൊറിയ വിക്ഷേപിച്ച ഉപഗ്രഹത്തിൻ്റെ പേരാണ്. സൗത്ത് കൊറിയയുടെ ആദ്യ മിലിറ്ററി കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്, അതിൻ്റെ പേര് അനാസിസ് 2 എന്നതാണ്. അപ്പോൾ ദക്ഷിണ കൊറിയയുടെ ആദ്യ മിലിറ്ററി കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റിൻ്റെ പേരെന്താണ്? അനാസിസ് 2. അനാസിസിൻ്റെ ഫുൾ ഫോം ആർമി, നേവി, എയർഫോഴ്സ് സാറ്റലൈറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്നതാണ്. അപ്പോൾ അനാസിസിൻ്റെ ഫുൾ ഫോം ആർമി, നേവി, എയർഫോഴ്സ് സാറ്റലൈറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്നതാണ്. അപ്പോൾ അനാസിസ് എന്ന സാറ്റലൈറ്റ് വിക്ഷേപിച്ചിരിക്കുന്നത് ദക്ഷിണ കൊറിയയാണ്. ദക്ഷിണ കൊറിയയുടെ ആദ്യ മിലിറ്ററി കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ് അനാസിസ് 2. വിക്ഷേപിച്ചത് സ്പേസ് എക്സിൻ്റെ, അമേരിക്കയുടെ പ്രൈവറ്റ് ബഹിരാകാശ ഏജൻസിയായ സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ 9 റോക്കറ്റിലാണ് അനാസിസ് 2 വിക്ഷേപിച്ചത്. സൗത്ത് കൊറിയയുടെ ക്യാപിറ്റൽ നമുക്കറിയാം സിയോൾ ആണ്. സൗത്ത് കൊറിയയുടെ കറൻസി സൗത്ത് കൊറിയൻ വൺ ആണ്. സൗത്ത് കൊറിയയുടെ പ്രസിഡന്റ് മൂൺ ജാ-ഇൻ ആണ്. അപ്പോൾ ദക്ഷിണ കൊറിയയുടെ ആദ്യ മിലിറ്ററി കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റിൻ്റെ പേര് അനാസിസ് 2 എന്നതാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഐക്യരാഷ്ട്രസഭയെ പറ്റിയാണ്. 2020 ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി ഇന്റർനാഷണൽ ഇയർ ഓഫ് പ്ലാന്റ് ഹെൽത്ത് ആയിട്ടാണ് ആചരിക്കുന്നത്. ഇപ്പോൾ 2020 ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി ഇന്റർനാഷണൽ ഇയർ ഓഫ് പ്ലാന്റ് ഹെൽത്ത് ആയിട്ടാണ് ആചരിക്കുന്നത്. 2021 ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി ഇന്റർനാഷണൽ ഇയർ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആയിട്ടാണ് ആചരിക്കാൻ പോകുന്നത്. അതുപോലെ 2021 ഇന്റർനാഷണൽ ഇയർ ഓഫ് എലിമിനേഷൻ ഓഫ് ചൈൽഡ് ലേബർ എലിമിനേഷന്റെ അന്താരാഷ്ട്ര ഇയർ ആയിട്ട് കൂടിയാണ് 2021 ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്നത്. അപ്പോൾ 2020 ഇന്റർനാഷണൽ ഇയർ ഓഫ് പ്ലാന്റ് ഹെൽത്ത്, 2021 ഇന്റർനാഷണൽ ഇയർ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, അതുപോലെ ഇന്റർനാഷണൽ ഇയർ ഓഫ് എലിമിനേഷൻ ഓഫ് ചൈൽഡ് ലേബർ. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ആരാണ്? അന്റോണിയോ ഗ്യൂട്ടേറസ് ആണ്. അതുപോലെ ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം ന്യൂയോർക്കാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് റീസെൻ്റ് ആയിട്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നടന്ന ഒരു നാവികാഭ്യാസത്തെ പറ്റിയാണ്. നമ്മൾ ന്യൂസിലെല്ലാം കണ്ടതാണ്. റീസെൻ്റ് ആയിട്ട് ഇന്ത്യയും അമേരിക്കയുമായിട്ട് നടത്തിയ നാവികാഭ്യാസം, അതിൻ്റെ പേര് പാസെക്സ് എന്നാണ്. പാസെക്സിൻ്റെ ഫുൾ ഫോം പാസേജ് എക്സർസൈസ് എന്നതാണ്. അപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യയും അമേരിക്കയുമായി നടത്തിയ നാവികാഭ്യാസത്തിൻ്റെ പേര് പാസെക്സ് എന്നതാണ്. ഇന്ത്യൻ നേവിയുടെ ചീഫ് ആരാണ്? അഡ്മിറൽ കരംബീർ സിംഗ് ആണ്. പാസെക്സ് പോലെ സിമിലർ ആയിട്ടുള്ള മറ്റൊരു എക്സർസൈസാണ് വർഷം തോറും നടക്കുന്ന മലബാർ എക്സർസൈസ്. 3 രാജ്യങ്ങളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. 3 രാജ്യങ്ങളുടെ നാവികാഭ്യാസമാണ് മലബാർ എക്സർസൈസ്. ഇന്ത്യയും അമേരിക്കയും ജപ്പാനുമായി ചേർന്നാണ് മലബാർ എക്സർസൈസ് എല്ലാ വർഷവും നടത്തുന്നത്. 2020 ഓസ്ട്രേലിയ കൂടെ മലബാർ എക്സർസൈസിൽ പങ്കെടുക്കുന്നുണ്ട് എന്നൊരു ന്യൂസ് വന്നിട്ടുണ്ട്. പക്ഷേ അതൊരു ഒഫീഷ്യൽ കൺഫർമേഷൻ ആയിട്ടില്ല. 2020 ഓസ്ട്രേലിയ കൂടെ വരികയാണെങ്കിൽ 4 രാജ്യങ്ങൾ ചേർന്നിട്ടായിരിക്കും ഈ എക്സർസൈസ് നടത്തപ്പെടുന്നത്. അപ്പോൾ പാസെക്സ് ഈസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് അമേരിക്ക. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു പ്രതിരോധ പദ്ധതിയെ പറ്റിയാണ്. അതിൻ്റെ പേര് നെക്ലസ് ഓഫ് ഡയമണ്ട്സ് എന്നാണ്. നമ്മൾ ന്യൂസിൽ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലുള്ള ഇന്ത്യയുടെ മേധാവിത്വം പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചൈന രൂപീകരിച്ച സ്ട്രിംഗ് ഓഫ് പേൾസ് ഇന്ത്യയുടെ നെയ്ബറിംഗ് രാജ്യങ്ങളായ മ്യാൻമാർ, ശ്രീലങ്ക, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ചൈന നടത്തുന്ന പ്രതിരോധ നടപടിയെ തടുക്കുന്നതിനായിട്ട് ഇന്ത്യ ആരംഭിച്ച പദ്ധതിയാണ് നെക്ലസ് ഓഫ് ഡയമണ്ട്സ്. അപ്പോൾ ചൈന ഇന്ത്യയുടെ മേധാവിത്വം തകർക്കുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് സ്ട്രിംഗ് ഓഫ് പേൾസ്. അപ്പോൾ അത് കൗണ്ടർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ ആരംഭിച്ച മറു പദ്ധതിയാണ് നെക്ലസ് ഓഫ് ഡയമണ്ട്സ്. നെക്ലസ് ഓഫ് ഡയമണ്ട്സ് പദ്ധതിയുടെ ഭാഗമായിട്ട് സീഷെൽസ്, ഒമാൻ, ഇറാൻ, ഇന്തോനേഷ്യ, സിംഗപ്പൂർ, വിയറ്റ്നാം, ജപ്പാൻ, മംഗോളിയ എന്നീ രാജ്യങ്ങളുമായിട്ട് നയതന്ത്ര ബന്ധം ദൃഢമാക്കിയാണ് ഇന്ത്യ ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പോൾ ചൈനയ്ക്ക് ചുറ്റുമുള്ള മംഗോളിയ, ജപ്പാൻ, വിയറ്റ്നാം, സിംഗപ്പൂർ, ഇന്തോനേഷ്യ, ഇറാൻ, ഒമാൻ, സീഷെൽസ് എന്നീ രാജ്യങ്ങളുമായിട്ടുള്ള നയതന്ത്ര ബന്ധം ദൃഢമാക്കിയാണ് ഇന്ത്യ പദ്ധതി നടപ്പിലാക്കുന്നത്. വിദേശകാര്യ മന്ത്രാലയം കൈകാര്യം ചെയ്യുന്ന നമ്മുടെ യൂണിയൻ മിനിസ്റ്റർ ആരാണ്? ഡോക്ടർ എസ് ജയശങ്കർ ആണ്. അതുപോലെ പ്രതിരോധ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന നമ്മുടെ യൂണിയൻ മന്ത്രി ശ്രീ രാജ്നാഥ് സിംഗ് ആണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന 1-2 അപ്പോയിൻമെൻറ്റ്സ് ആണ്. അതിലൊന്നാണ് തമിഴ്നാട്ടിലെ കരൂർ ആസ്ഥാനമായുള്ള കരൂർ വൈശ്യ ബാങ്കിൻ്റെ പുതിയ MD ആൻഡ് CEO ആയിട്ട് നിയമിതനായിരിക്കുകയാണ് രമേഷ് ബാബു ബൊദ്ദു. അപ്പോൾ കരൂർ വൈശ്യ ബാങ്കിൻ്റെ പുതിയ MD ആൻഡ് CEO രമേഷ് ബാബു ബൊദ്ദു ആണ്. കരൂർ വൈശ്യ ബാങ്ക് നിലവിൽ വരുന്നത് 1916 കരൂർ വൈശ്യ ബാങ്കിൻ്റെ ആസ്ഥാനം തമിഴ്നാട്ടിലെ കരൂർ തന്നെയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ജർമ്മനി ആസ്ഥാനമായുള്ള പ്രമുഖ സോഫ്റ്റ്വെയർ സ്ഥാപനമായ SAPയുടെ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൻ്റെ പ്രസിഡന്റ് ആൻഡ് MD ആയിട്ട് നിയമിതനായിരിക്കുകയാണ് കുൽമീത് ബാവ. അപ്പോൾ പ്രമുഖ സോഫ്റ്റ്വെയർ സ്ഥാപനമായ SAP സിസ്റ്റംസ് ആപ്ലിക്കേഷൻസ് ആൻഡ് പ്രോഡക്ട്സ് ഇൻ ഡേറ്റ പ്രോസസ്സിംഗ് എന്നാണ് SAPയുടെ ഫുൾ ഫോം. അപ്പോൾ SAPയുടെ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ ഇന്ത്യയും ശ്രീലങ്കയും ബംഗ്ലാദേശും വരും. അപ്പോൾ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൻ്റെ പ്രസിഡന്റ് ആൻഡ് MD ആയിട്ട് നിയമിതനായ വ്യക്തിയാണ് കുൽമീത് ബാവ.
അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള 1-2 ന്യൂസാണ്. അതിൽ ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. 2020 നടക്കാനിരുന്ന ICC മെൻസ് T20 വേൾഡ് കപ്പ് 2021 ICC മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ 2020 നടക്കേണ്ടിയിരുന്ന ICC മെൻസ് T20 വേൾഡ് കപ്പ് 2021 മാറ്റിയിരിക്കുന്നത്. ICCയുടെ നിലവിലെ ചെയർമാൻ, ഇടക്കാല ചെയർമാനാണ് ഇമ്രാൻ ഖവാജയാണ്. ICCയുടെ CEO മനു സാവ്നെയാണ്. ICCയുടെ ആസ്ഥാനം ദുബായ് ആണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് റീസെൻ്റ് ആയിട്ട് പബ്ലിഷ് ചെയ്യുന്ന 1-2 പുസ്തകങ്ങളാണ്. അതിലൊന്നാണ് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ഇതിഹാസം സ്റ്റീവോ പബ്ലിഷ് ചെയ്യുന്ന പുസ്തകം. അതിൻ്റെ പേര് ദ സ്പിരിറ്റ് ഓഫ് ക്രിക്കറ്റ് ഇന്ത്യ എന്നുള്ളതാണ്. അപ്പോൾ ദ സ്പിരിറ്റ് ഓഫ് ക്രിക്കറ്റ് ഇന്ത്യ എന്നുള്ള പുസ്തകം രചിച്ചിരിക്കുന്നത് മുൻ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരം സ്റ്റീവോ ആണ്. അതുപോലെ മറ്റൊരു പുസ്തകമാണ് ദ എൻഡ് ഗെയിം എന്നുള്ളത്. പ്രശസ്ത എഴുത്തുകാരനായ ഹുസൈൻ സൈദിയാണ് ദ എൻഡ് ഗെയിം എന്ന പുസ്തകം രചിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് ബ്ലാക്ക് ഫ്രൈഡേ, മാഫിയ ക്വീൻസ് ഓഫ് മുംബൈ, ഡോങ്ക്രി ടു ദുബായ്, ബൈക്കല ടു ബാങ്കോക്ക്. ഇതൊക്കെയാണ് ഹുസൈൻ സൈദിയുടെ പ്രധാനപ്പെട്ട കൃതികൾ. അപ്പോൾ ദ എൻഡ് ഗെയിം എന്ന നോവൽ എഴുതിയിരിക്കുന്നത് ശ്രീ ഹുസൈൻ സൈദിയാണ്. അതുപോലെ ദ സ്പിരിറ്റ് ഓഫ് ക്രിക്കറ്റ് ഇന്ത്യ എന്ന പുസ്തകം എഴുതിയിരിക്കുന്നത് ക്രിക്കറ്റ് ഇതിഹാസം സ്റ്റീവോ ആണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് തമിഴ്നാട്ടിലെ വിവിധ ജില്ലകളിൽ, ഗ്രാമപ്രദേശങ്ങളിൽ ആവശ്യഘട്ടങ്ങളിൽ പെട്ടെന്നുള്ള സഹായങ്ങൾക്കായിട്ട് തമിഴ്നാട് സർക്കാർ ആരംഭിച്ചൊരു പദ്ധതിയാണ് റൈസ് സ്കീം. എന്താണ് റൈസിൻ്റെ ഫുൾ ഫോം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ഫോർ കമ്മ്യൂണിറ്റി എമർജൻസി. അപ്പോൾ അവശ്യഘട്ടങ്ങളിൽ ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് തമിഴ്നാട് സംസ്ഥാനത്ത് ആരംഭിച്ച ഒരു പദ്ധതിയാണ് റൈസ് സ്കീം എന്നുള്ളത്. തമിഴ്നാടിൻ്റെ ക്യാപിറ്റൽ ചെന്നൈയാണ്. തമിഴ്നാടിൻ്റെ ഗവർണർ ശ്രീ ബൻവരിലാൽ പുരോഹിതാണ്. ചീഫ് മിനിസ്റ്റർ ശ്രീ എടപ്പാടി കെ പളനിസ്വാമിയാണ്. അപ്പോൾ റൈസ് സ്കീം ആരംഭിച്ചിരിക്കുന്നത് തമിഴ്നാട്ടിലാണ്. റൈസിൻ്റെ ഫുൾ ഫോം എന്താണ്? റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ഫോർ കമ്മ്യൂണിറ്റി എമർജൻസി. അവശ്യഘട്ടങ്ങളിൽ ജനങ്ങൾക്ക് വേണ്ട സഹായത്തിന് വോളണ്ടിയേഴ്സ്മാരെ എത്തിക്കുന്ന തമിഴ്നാട് സംസ്ഥാനത്തെ പദ്ധതിയാണ് റൈസ് സ്കീം എന്നുള്ളത്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ന്യൂഡൽഹിയിൽ ആരംഭിച്ച പദ്ധതിയാണ്. അതിൻ്റെ പേര് മുഖ്യമന്ത്രി ഘർ ഘർ റേഷൻ യോജന എന്ന പദ്ധതിയാണ്. അർഹരായ ഗുണഭോക്താക്കൾക്ക് സർക്കാർ റേഷൻ വീടുകളിൽ എത്തിച്ചു നൽകുന്ന ഡൽഹിയിൽ ആരംഭിച്ച പദ്ധതിയാണ് മുഖ്യമന്ത്രി ഘർ ഘർ റേഷൻ യോജന. അപ്പോൾ പൊതുവിതരണ കേന്ദ്രങ്ങളിൽ നിന്ന്, PDS ഷോപ്പുകളിൽ നിന്ന് ഭക്ഷ്യധാന്യങ്ങൾ ജനങ്ങൾക്ക് വീട്ടിലെത്തിച്ച് നൽകുന്ന ഡൽഹി സംസ്ഥാനത്ത് ആരംഭിച്ച പദ്ധതിയാണ് മുഖ്യമന്ത്രി ഘർ ഘർ റേഷൻ യോജന എന്ന പദ്ധതി. ലഫ്റ്റനന്റ് ഗവർണർ നമുക്കറിയാം ശ്രീ അനിൽ ബെയ്ജാലാണ്. ചീഫ് മിനിസ്റ്റർ ശ്രീ അരവിന്ദ് കെജ്രിവാളാണ്. ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ശ്രീ മനീഷ് സിസോദിയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഛത്തീസ്ഗഡ് സംസ്ഥാനം ആരംഭിച്ചൊരു പദ്ധതിയാണ്. നമ്മൾ ഇതിനു മുമ്പ് ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ക്ഷീര കർഷകരിൽ നിന്നും നിശ്ചിത തുകയ്ക്ക് ചാണകം സർക്കാർ ഏറ്റെടുത്ത് ജൈവവളം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ച പദ്ധതി. അതിൻ്റെ പേര് ഗോദാൻ ന്യായ് യോജന. അപ്പോൾ ഗോദാൻ ന്യായ് യോജന എന്ന പദ്ധതി ആരംഭിച്ചിരിക്കുന്ന ഏത് സംസ്ഥാനത്താണ്? ഛത്തീസ്ഗഡിലാണ്. ക്ഷീര കർഷകരിൽ നിന്നും നിശ്ചിത തുകയ്ക്ക് ചാണകം സർക്കാർ ഏറ്റെടുത്ത് അത് ജൈവവളം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് ഛത്തീസ്ഗഡ് സംസ്ഥാനം ആരംഭിച്ച പദ്ധതിയാണ് ഗോദാൻ ന്യായ് യോജന. ഇതുവഴി ക്ഷീര കർഷകർക്ക് അധിക വരുമാനം ലഭിക്കുന്ന പദ്ധതി കൂടെയാണ് ഗോദാൻ ന്യായ് യോജന. ഛത്തീസ്ഗഡിൻ്റെ ഗവർണർ ശ്രീമതി അനസൂയ ഉഖയാണ്. ഛത്തീസ്ഗഡിൻ്റെ ചീഫ് മിനിസ്റ്റർ ശ്രീ ഭൂപേഷ് ബാഗലാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാനത്തെ കോഴിക്കോട് ജില്ലയിലെ വടകര മുനിസിപ്പാലിറ്റിയെ പറ്റിയാണ്. കേരളത്തിലെ ആദ്യ മാലിന്യമുക്ത ശുചിത്വ പദവി ലഭിക്കുന്ന മുനിസിപ്പാലിറ്റിയാണ് വടകര മുനിസിപ്പാലിറ്റി. അപ്പോൾ കേരളത്തിലെ ആദ്യ മാലിന്യമുക്ത ശുചിത്വ പദവി ലഭിക്കുന്ന മുനിസിപ്പാലിറ്റി കോഴിക്കോട് ജില്ലയിലെ വടകര മുനിസിപ്പാലിറ്റിയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ഒരു വിയോഗമാണ്. മധ്യപ്രദേശിൻ്റെ ഗവർണറായിരുന്ന മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകൻ ശ്രീ ലാൽജി ടണ്ടൻ അന്തരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ മധ്യപ്രദേശ് സംസ്ഥാനത്തിന് അധിക ചുമതല ലഭിച്ചിരിക്കുന്നത് ഉത്തർപ്രദേശിൻ്റെ ഗവർണറായിരിക്കുന്ന ശ്രീമതി ആനന്ദിബെൻ പട്ടേലിനാണ്. ഇനി ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ് ഇന്ന് ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ ആയിട്ട് ചോദിക്കുന്നത്. സൂരജ് ഖഡേ മർദേ നഹി സൺ നെവർ ഡൈസ് എന്ന പുസ്തകം ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയെ പറ്റിയുള്ളതാണ് എന്നതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ. അതിനോടൊപ്പം ഒരു ക്വസ്റ്റ്യൻ കൂടെയുണ്ട്. ഈ പുസ്തകം രചിച്ചിരിക്കുന്നത് ആരാണ്? അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഉത്തരം അറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസത്തെ വീഡിയോ പോയി കാണുക, പോയിന്റ്സ് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചിരുന്ന ചോദ്യമാണ് സ്പാനിഷ് ഫുട്ബോൾ ലീഗായ ലാലിഗയുടെ 2019-20 സീസണിലെ ചാമ്പ്യന്മാർ ആരാണ് എന്നുള്ളത്. നിങ്ങൾ പലരും അതിന് ഉത്തരം എഴുതിയിരുന്നു. നിങ്ങളുടെ ഉത്തരം ശരിയാണ്. റിയൽ മാഡ്രിഡ് ഫുട്ബോൾ ക്ലബ്ബാണ് 2019-20 ലാലിഗ സീസണിലെ ചാമ്പ്യന്മാർ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ടോപ്പിക്സ് ആണ്. ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെയും ബൈ ബൈ ആൻഡ് താങ്ക് യു.